മുമ്പിൽ നിങ്ങൾ തെമ്മാടിത്തരം കാണിച്ചാൽ അവർ തെമ്മാടിത്തരം കാണിക്കും, അവർ മാറ്റും. അവിടെ കമ്മ്യൂണിസ്റ്റ് ഇപ്പം വലിയ ശക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ ടേമിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ജോസഫ് വിജയന്റെ വിജയം. ഞാൻ അവിടെ 25 വർഷം ജീവിച്ചിട്ടുള്ള ആളാണ് തമിഴ്നാട്ടിൽ. അയാളുടെ കൂടെ ഞാൻ 8 സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ട ആളാണ്. അപ്പൊ അയാളുടെ നേച്ചർ എനിക്കറിയാം. അയാൾ പെട്ടെന്ന് വന്നാനല്ല, 10 വർഷം മുമ്പ് ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല എപ്പോഴും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ഇരിക്കുമ്പോൾ ഇയാളൊരു പി കൊണ്ടെടുക്കും. ഇടയ്ക്കിടയ്ക്ക് പി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇയാൾ എന്ത് ഭ്രാന്തണ്ടോ, അത് ചെറിയ കുട്ടികളെ കൊണ്ടെടുക്കില്ലേ, പി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവൻ അന്ന് മുതലേ തുടങ്ങിയിരിക്കുകയാണ് അവന്റെ ചിഹ്നം വിസിൽ. അപ്പൊ വിസിൽ വലിയ അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. വിസിൽ അതൊരു അലർട്ടാണ്, അലർട്ടിങ് ടു ദി, അതൊരു പ്രശ്നം വരാൻ പോകുന്നുള്ളതിന്റെ ഒരു ചിഹ്നമല്ലത്. കേരളത്തിലെ ഒരു TVK ആയി മാറുമോ പീപ്പിൾസ് പാർട്ടി? TVK ആയിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ എന്റെ പാർട്ടിയായിട്ട് മാറും. TVK ഒരു പക്ഷേ യെസ്, അതും ഉണ്ടാകും സാർ. അത് മാത്രമല്ല, ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാൺ ഒരു സിനിമ നടനാണ്. അയാളിപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. അപ്പൊ ജനങ്ങൾക്ക് മാറ്റത്തിന് തയ്യാറാണ് ജനങ്ങൾ. അതായത് പ്രകൃതിയും കാലവും മനുഷ്യരും വോട്ടേഴ്സും ആ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരോടും സഹകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? വിജയോടും പവൻ കല്യാണോടും? തീർച്ചയായിട്ടും അവർ എന്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.